ഈ പോലീസുകാർക്കിടയിലെ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. നിരവധി വാർത്തകൾ ജനം ടി വി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം, ഈ പോലീസ് സേനയിലെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര പിരിമുറുക്കമുള്ളൊരു ജോലിയാണ്. പക്ഷെ അതിലൊക്കെ തന്നെ ഒരു സുഖകരമായ ഒരു ലൈഫ് ഈ ജോലിക്കിടയിൽ കൂടെ തന്നെ കൊണ്ടുപോകുന്ന ചില ആളുകളുണ്ട്. അതിൽ ചിലർ കലാകാരന്മാരാണ്, ചിലർ അഭിനയിക്കുന്നവരുണ്ടാവും, ചിലർ പാട്ട് പാടുന്നവരുണ്ടാവും, ചിലർ കവിത എഴുതുന്നുണ്ടാവും. അങ്ങനെ ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് പോകുന്നത്. കാക്കിക്കുള്ളിലെ കലാകാരൻ എന്ന പ്രയോഗത്തെ അന്വർത്ഥമാക്കുകയാണ് കോഴിക്കോട് സിറ്റി ബോംബ് സ്ക്വാഡ് SI അനീഷ് കുമാർ എന്ന അനീഷ് ചെറൂപ്പ. അനീഷ് കുമാറിൻ്റെ ആദ്യ കവിതാ സമാഹാരം ഞാറ്റുവേല പ്രകാശനം ചെയ്തിരിക്കുകയാണ്. 13 കവിതകൾ അടങ്ങിയ പുസ്തകം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ് പുറത്തിറക്കിയത്. ഇടം വന്നല്ലോ, കാർമേഘം വന്നല്ലോ, സൂര്യൻ പിണങ്ങി മറഞ്ഞൊളിച്ചു, മഴയിപ്പം വന്നിടും മൂടി വച്ചിടണം, മുറ്റത്തെ വിറകും അയയിലെ തുണികളും. 26 വർഷമായി കേരള പോലീസിൽ സേവനം നടത്തുന്ന ആളാണ് കോഴിക്കോട് മാവൂർ ചെറൂപ്പ സ്വദേശി അനീഷ്. 2013 മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിനും അർഹനായിട്ടുണ്ട്. അന്നൊക്കെ ഉള്ളിൽ കൊണ്ടു നടന്ന രചനാ വൈഭവം പ്രസിദ്ധീകരിക്കാൻ അനീഷ് തീരുമാനിച്ചപ്പോൾ 13 കവിതകളടങ്ങിയ ഞാറ്റുവേല പുറത്തിറങ്ങി. ഉത്തരമേഖല IG K സേതുരാമൻ പുസ്തകം ഏറ്റുവാങ്ങി. DCP അനുജ് പുലിവാൾ മുഖ്യാതിഥിയായി. പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരു കറിക്കരിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാട്ട് കേൾക്കാൻ പറ്റും, പക്ഷെ വായിക്കാൻ പറ്റില്ല. വായിക്കുന്ന പ്രവൃത്തിക്ക് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ ഏകാഗ്രമാക്കേണ്ടതുപോലെ കണ്ണ്, ചെവി, മനസ്സ്, തലച്ചോറ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഏകാഗ്രമാക്കി കഴിഞ്ഞാലേ വായന എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു പ്രസക്തി ഉണ്ട്. അല്ല വെറുതെ കണ്ണടച്ച് കഴിഞ്ഞിട്ട് ഒരു വായന എന്നുള്ള ഒരു ഏർപ്പാട് നടത്തേണ്ടി വരും. വായന പ്രത്യക്ഷത്തിൽ വേണ്ടത് ആ വ്യക്തിയുടെ വികാസത്തിനോ അയാളുടെ സ്വഭാവ രൂപീകരണത്തിനോ സാമൂഹികമായിട്ടുള്ള മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ അതിനുള്ള അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശബ്ദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വായനയെ അല്ല അതിൻ്റെ തിരിച്ചറിവിനെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ വായനയിലൂടെയുള്ള നമുക്കുണ്ടായിട്ടുള്ള ഒരു ഇത് വേണം, ബുദ്ധി വേണം. ഇന്നത്തെ സമൂഹത്തിൽ വായന കൂടി വരുന്നുണ്ടെന്ന് പുസ്തകം പ്രകാശനം ചെയ്ത ഗോവ ഗവർണർ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള പറഞ്ഞു. ലോകത്തിന് വിജ്ഞാനം കൊണ്ടുവരിക എന്നത് സാമൂഹിക പ്രതിബദ്ധതയാണ്. നളന്ദ സർവകലാശാല തിരിച്ചു കൊണ്ടുവന്നതിലൂടെ നടപ്പിലായത് അതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കവിത ഒരാശ്വാസമാണ്, കവിത ഒരു സംതൃപ്തിയാണ്. കവിത നിങ്ങളുടെ നാഡീവ്യൂഹങ്ങളിലൂടെ നിങ്ങളെ മനുഷ്യനാക്കി മാനവികതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ പോലീസുകാരനാണ് എന്തെങ്കിലും തരത്തിൽ പാളം തെറ്റിപ്പോകേണ്ടി വരുമ്പോൾ കവിതയുള്ള പോലീസുകാരാണെങ്കിൽ അത് ഒരിക്കലും ആരും ഉപദ്രവിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. ജനം, കോഴിക്കോട്.